ഇപ്പോൾ മഴയുടെ കാര്യം പറയുമ്പോൾ അതിലൊരു സീനുണ്ട്, ലൈക്ക് പടം തുടങ്ങുന്നതേ ഒരു മഴയുടെ ഒരു സീക്വൻസ് ഉം, കാണിക്കുന്നുണ്ട്. ഉം. സോ മഴ അതിനകത്ത് നമുക്കൊരു ഭീതി അല്ലെങ്കിൽ കൈൻഡ് ഓഫ് അങ്ങനെ ഒരു ഇമോഷൻ വരണം. മഴ പെയ്യുന്നത് അതെന്താണ് നമ്മുടെ ഉള്ളൊരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടാക്കണം. എന്നാൽ പ്രേക്ഷകര് മഴയുടെ ശബ്ദം ഒരുപാട് അതെ. ശ്രദ്ധിക്കത്തുമില്ല. അങ്ങനെ ഒരു ഉം, സീനാണത്. ഉം. അപ്പൊ അതെങ്ങനെയാണ് വർക്ക് ചെയ്യാറ്? അതില് ഈ സിനിമയിൽ മഴയും ഇടിവെട്ടൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത് ബേസിക്കലി ഒരു ട്രാൻസിഷൻ പോയിന്റ്സ് ഒക്കെ ആയിട്ടാണ്. അതായത് അതെ. ചില ആ. കട്ടുകളാണ് ആ. ആക്സെൻറ്റുവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് യെസ്. ഇത്തരം കാര്യങ്ങൾ ചെയ്യും. ഇപ്പോൾ ആ കുട്ടി ഇങ്ങനെ പറഞ്ഞു തുടങ്ങി ഉം. ഇവരെന്നെ പഴയ കാലത്തിലേക്ക് കൊണ്ടുപോകണം. ആ കൊണ്ടുപോകാനുള്ള കൊട്ടു കൊടുക്കുന്നത് ഈ ഉം. ഇടിവെട്ടാണ്. അതെ. ആ. അപ്പോൾ ആളുകൾ ആ ഒരു ഇതിലൊരു അവിടെ ഇടിവെട്ട് വന്നു. നമ്മൾ ഉം. മഴ വളരെ എന്തെന്ന് പറയുന്നത് മലയാളികളെ സംബന്ധിച്ച് മഴ വളരെ ഫെമിലിയർ ആയിട്ടുള്ള സൗണ്ടാണ്. അപ്പോൾ അതിൽ നമുക്ക് ചീറ്റ് ചെയ്യാൻ പറ്റില്ല. ഉം. അപ്പോൾ എത്ര ഭംഗിയായിട്ട് അത് കേൾപ്പിക്കാൻ പറ്റുക എന്നുള്ളതാണ് അത് ചെയ്യുന്നത്. ഉം. അത് പിന്നെ സ്ക്രീനിൽ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ അത് ഒരു വട്ടം മഴ കേൾപ്പിച്ചു, പിന്നെ നമ്മൾ അറിയില്ല അത് താഴേക്ക് പോവും. ചിലപ്പോൾ ആ. ആളുകൾ സംസാരിക്കുമ്പോൾ അതിനുള്ള സ്പേസ് കൊടുക്കും. അങ്ങനെ അതെ. അതൊരു മിക്സിങ്ങിൻ്റെ ഒരു രീതിയിൽ അങ്ങോട്ട് പോവാന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഒരു ഫിലിം എടുക്കുമ്പോൾ ഒരുപാട് സൗണ്ട്സ് ഇപ്പൊ ലൈക്ക് ഇപ്പോൾ കട്ട് ചെയ്യുന്നു, ഒരു വെജിറ്റബിൾ കട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ മീറ്റ് കട്ട് ചെയ്യുന്നു, അതിനൊക്കെ ഒരു എലമെന്റ് യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു തിങ് യൂസ് ചെയ്യുന്നുണ്ടാവില്ലേ? ലൈക്ക് അതേ സാധനം തന്നെ ആയിരിക്കില്ലല്ലോ നമ്മൾ റെക്കോർഡ് ചെയ്യുമ്പോൾ സൗണ്ട് മിക്സേഴ്സ് യൂസ് ചെയ്യാറുള്ളത്. സോ അങ്ങനത്തെ എലമെന്റ്സ് എന്തൊക്കെയാണ്? എല്ലാ സിനിമയിലും ഉണ്ട്. ഇപ്പോൾ ഈ സിനിമയിലാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോ ക്യാരക്ടർ മൂവ്മെൻറ്റും റെക്കോർഡഡ് ആണ്. ഫോളി സൗണ്ട്സ് വെച്ച് റെക്കോർഡഡ് ആണ്. ഓക്കെ. ഫോളി സൗണ്ട്സ് റെക്കോർഡ് ചെയ്ത് എഡിറ്റ് ചെയ്ത് ബാലൻസ് ചെയ്തിട്ടാണ് അത് കേൾപ്പിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ നോക്കുകയെന്ന് വെച്ചാൽ ഇപ്പോൾ എന്തെന്ന് പറയുന്ന ഒരാൾ നടക്കുന്ന സൗണ്ടായാലും ഇരിക്കുന്ന സൗണ്ടായാലും ഒരാൾ ഇടിക്കുന്ന സൗണ്ടായാലും ഇതൊക്കെ ഇത് കാരണം ഇതിലൊന്നുമില്ല, ഇതിലൊരു സൗണ്ടും ഇല്ല. നമുക്ക് ആകെ കിട്ടുന്ന വിഷ്വലാണ്, ഒന്നുമില്ല ഇതിൽ. വോയിസ് തൊട്ട് എല്ലാ സാധനങ്ങളും ചെറിയ 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 എലമെന്റ്സ് ആക്കിയിട്ട് എന്താ ഒരു വീട് പണിയുന്ന പോലെ ഓരോരോ ഇഷ്ടിക വെച്ച് ഉണ്ടാക്കുന്ന പോലെ ഓരോരോ ബ്രിക്സ് ആക്കി ഉണ്ടാക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ അത് അതിൻ്റെ ഒരു ക്വാളിറ്റി, അത് എങ്ങനെയുള്ള സിനിമയാണ്, ഇപ്പോൾ ഈ സിനിമയിൽ എങ്ങനെ അത് വേണം, അത് ഔട്ടർ എന്താ പറയുന്നത് ബിഗർ ദാൻ ലൈഫ് ആയിട്ടുള്ളൊരു സൗണ്ടാണോ വേണ്ടത്, അതോ കുറേ കൂടി റിയലിസ്റ്റിക് ആയിട്ടാണോ വേണ്ടത്, അതോ അണ്ടർ പ്ലേ ചെയ്യണമെന്നൊക്കെ ഉള്ളത് പല കാര്യങ്ങളെ ആശ്രയിച്ചിട്ടിരിക്കും. ഓക്കെ. ഇപ്പോൾ രേഖാചിത്രം എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഒരു പെർട്ടിക്കുലർ സീനുണ്ട്, ഞാൻ സ്പോയിലർ പറയുന്നില്ല. ഒരു ലേഡി ഇങ്ങനെ പെട്ടെന്ന് വരുന്നൊരു സീനുണ്ടല്ലോ. ആ ആ അതെ. അത് നമുക്ക് പെട്ടെന്നൊരു ഭയം ഉണ്ടാവുന്നത്. അപ്പോൾ അവിടെ ഒരു ശബ്ദത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. അപ്പം അങ്ങനത്തെ സീൻസൊക്കെ അത് നമ്മൾ ഉൾക്കൊണ്ട് ഇപ്പം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെപ്പോഴും ഒരേ സാധനം ലൗഡാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേറൊരു സീനിൻ്റെ ഒരു ലൗഡ്നെസ് ആവശ്യം വരും. അതായത് നമ്മൾ പെട്ടെന്നൊരു ജംപ് സ്കെയർ ആവശ്യം വരും, നമുക്ക് കിട്ടില്ല. അപ്പോൾ അവിടുത്തെ ഒരു ഡിസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ അതിനൊരു മഴയിൽ സ്റ്റാർട്ട് ചെയ്തു, പിന്നെ അത് കഴിഞ്ഞിട്ട് ആ മഴ നമ്മളറിയാതെ താഴേക്ക് ഇറങ്ങി അവിടെ ഒരു ചെറിയൊരു സൈലൻസ് ക്രിയേറ്റ് ചെയ്തു. ആ സൈലൻസിൽ നിന്ന് പെട്ടെന്ന് കട്ട് ചെയ്യുമ്പോഴാണ് ഒരു ലൗഡ് സൗണ്ടിൻ്റെ ലൗഡ്നെസ് കിട്ടുന്നത്. അപ്പോൾ അതൊക്കെയാണ് മിക്സിങ്ങിലും എന്താ പറയുക ഡിസൈനിങ്ങിലും എടുക്കുന്ന ചെറിയ ചെറിയ ഡിസിഷൻസ്. നിങ്ങൾ സൗണ്ട് ഡിസൈനിങ് അല്ലെങ്കിൽ സൗണ്ട് മിക്സിങ് ചെയ്യുന്ന സമയത്ത് സീൻസ് കാണുന്നുണ്ട്. സോ അത് നിങ്ങൾ ഒരുപാട് ഇൻവോൾവ് ചെയ്യും, അതിനകത്തോട്ട് ഒരുപാട് ഇൻവോൾവ് ആകുമ്പോഴത്തേക്കും ആ സീൻസ് നിങ്ങളെ ഒരുപാട് ബാധിക്കാറുണ്ടോ, അതിൻ്റെ ഇമോഷൻസ്? എനിക്ക് തോന്നുന്നു, എനിക്ക് ജീവിതത്തിൽ എൻ്റെ ഫാമിലിയുടെ സൗണ്ട് കേൾക്കുന്നതിനേക്കാളും കൂടുതൽ ഇങ്ങനത്തെ സൗണ്ടാണ് ഞാൻ കേൾക്കുന്നത്. കാരണം ഒരു ഡയലോഗ് തന്നെ അവർ മറന്നുപോയാൽ പോലും നമുക്ക് ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കാം. അത്രയും ഓർമ്മയുണ്ട്. ഓരോ ഡയലോഗും ഒരു 50-100 വട്ടം കണ്ടിട്ട് പല രീതിയിൽ അത് പോയിട്ടാണ് അത് നമ്മൾ കേൾക്കുന്ന രീതിയിലേക്ക് വരുന്നത്. പല രീതിയിൽ ഒരു സിനിമ എത്ര വട്ടം കാണുന്നുണ്ട് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അത് അങ്ങനെ അത് ബാധിക്കാറില്ല. പക്ഷേ നമ്മൾ അതിൻ്റെ ഒപ്പം 2-3 മാസം, ഇപ്പം ഞാനൊക്കെ 2 മാസം 2.5 മാസമൊക്കെ ഒരു സിനിമയ്ക്ക് വേണ്ടി എടുക്കാറുണ്ട്. അത്രയും നേരം നമ്മൾ അതിൻ്റെ ഒപ്പം യാത്ര ചെയ്യുമ്പോൾ നമുക്കത് ആ ക്യാരക്ടേഴ്സായിട്ടും അതിലെ പല കാര്യങ്ങളായിട്ട് നമുക്കൊരു ഇഷ്ടവും, കാരണം നമ്മളൊരു കുട്ടീനോടുള്ളൊരു ഇഷ്ടം വരില്ല നമുക്ക്, അതുപോലെ അതിനോടൊരു ഇഷ്ടമൊക്കെ നമുക്ക് തോന്നും. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും എന്താ പറയുക, നമുക്കൊരു ഒരു കഥയിലേക്ക് എൻ്റർ ചെയ്യാൻ ഇറ്റ് വിൽ ടേക്ക് സം ടൈം. നമുക്ക് പെട്ടെന്നൊരു ദിവസം കാലത്ത് എണീറ്റ് ഒരു മെക്കാനിക്കലായിട്ട് നമുക്ക് സാധനങ്ങൾ ഇട്ട് പോവാം. പക്ഷേ ആ സിനിമ മനസ്സിലാക്കി അതിൻ്റെ ഒരു ഫ്ലോ പിടികിട്ടി വരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് സമയം എടുക്കും. ആ ഒരു സമയം എടുത്ത് വരുമ്പോഴാണ് അതിലെന്തെങ്കിലും നമുക്ക് എന്താ പറയുന്നത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്നത്. സോ 2024 തന്നെ ആദ്യം തന്നെ ഒരു നല്ലൊരു മൂവിയുടെ ഭാഗമാവാൻ പറ്റി. സോ 2025 ഇനി എന്തൊക്കെ പ്രോജക്ട്സ് ആണ് കാത്തിരിക്കുന്നത്? ഇപ്പോൾ വരുന്ന അടുത്തത് നാരായണീൻ്റെ മൂന്നാൺമക്കൾ എന്ന് പറഞ്ഞ സിനിമയാണ്. ശരൺ വേണുഗോപാൽ ഡയറക്റ്റ് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ അത് അടുത്ത് തന്നെ റിലീസ് ഉണ്ടാവും അതിൻ്റെ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു സംശയം എന്ന് പറഞ്ഞിട്ടൊരു സിനിമ ചെയ്യുന്നുണ്ട് രാജേഷ് രവിയുടെ. അത് ഓൾമോസ്റ്റ് എൻ്റെ പണി ഓൾമോസ്റ്റ് തീർന്നു. അത് തുടങ്ങാണ്ട് അതിൻ്റെ ബാക്കി മിക്സിങ് വരെ ഉണ്ട്. പിന്നെ ഒരു 1-2 സിനിമകൾ ഇപ്പോൾ മിക്കതും രാഹുലിൻ്റെ ഒപ്പം ഉള്ളൊരു സിനിമ ചിലപ്പോൾ നടക്കാൻ ചാൻസ് ഉണ്ട് വീണ്ടും. രാഹുൽ സദാശിവൻ രാഹുലിൻ്റെ ഒപ്പം. അപ്പോൾ അങ്ങനെ 2-3 പടങ്ങൾ ഇനി പിന്നാലെ
ഉണ്ട്. എല്ലാം ഇതുപോലെ തന്നെ വിജയകരമാവട്ടെ എന്ന് ആയിക്കോട്ടെ. ആശംസിക്കുന്നു. സോ ഇത്രയും നേരം നമ്മളോട് സഹകരിച്ചതിനും എല്ലാത്തിനും താങ്ക് യു സോ മച്ച്. താങ്ക്സ്.